ഞാനിന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കപ്പലണ്ടി ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വറുത്ത കപ്പലണ്ടി, ജീരകം, കുറച്ച് നാരങ്ങ ജ്യൂസ്, 2 കാശ്മീരി മുളക്, 5-6 അല്ലി വെളുത്തുള്ളി, ഉപ്പ്, മുളക് പൊടി, കുറച്ച് എണ്ണ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയിലെ ജാറിലേക്ക് ഇടുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, കൂടുതലായി പോകരുത്. കുറച്ച് മുളക് പൊടി, എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. 2 നുള്ളി ജീരകം ഇട്ട് കൊടുക്കാം. ഇത്രയും ജീരകം ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് മിക്സിയിൽ നന്നായി പൊടിക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് എടുത്തിട്ട് വരാം. ഞാൻ ഇത് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ഇങ്ങനെ പൊടിച്ച് നന്നായി ഒന്ന് അത് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഇത് ഒന്ന് എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട്. നമുക്ക് സ്റ്റൗ കത്തിക്കാം. കടായി വെച്ച് ഗ്യാസ് വെച്ച് അതിനകത്ത് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക. ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് എണ്ണ ചൂടായാൽ ജീരകം ഇട്ട് കൊടുക്കുക. എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ജീരകമാണ്, അത് ഇട്ട് കൊടുത്ത് സിമ്മിൽ വെക്കണം എപ്പോഴും സ്റ്റൗ, ഇല്ലെങ്കിൽ അത് മൊത്തം കരിഞ്ഞു പോകും. ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ കപ്പലണ്ടി പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ഇതിൽ ചേർക്കാം. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ ഇത് നല്ലതാണ്. അതിൻ്റെ ഒരു കളറിന് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിനകത്തോട്ട് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ചേർക്കും. ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലോട്ട് കുറച്ച് നാരങ്ങ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. നാരങ്ങ ജ്യൂസ് ഒഴിച്ച് ഇതിനകത്ത് ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ ഉപ്പ് ചേർക്കാം. നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാനൊന്ന് ഇതിൻ്റെ ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് വരാം. കുറച്ച് കുറവുണ്ട് ഉപ്പിന്. ശകലം ഉപ്പ് ചേർക്കുക. കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് എരിവ് നോക്കിയിട്ട് മുളക് പൊടി ചേർത്തോളൂ. ഇതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. 2-3 മിനിറ്റ് ചൂടാക്കുക. കാശ്മീരി മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല റെഡ് കളർ ഉണ്ടാകും. അതിന് ആണ് കാശ്മീരി മുളക് പൊടി ഇടുന്നത്. ആവശ്യമെങ്കിൽ ചേർത്തോളൂ. ഞാനിപ്പം ഇത് കാശ്മീരി മുഴുവനുള്ള മുളകാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളറ് കുറച്ച് കുറവായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുളക് പൊടി ചേർക്കാം. ഇതിപ്പോൾ നന്നായി 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായി മിക്സ് ചെയ്ത് നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത്രയും മതി. ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഒരു ബൗളിലേക്ക് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇത് മുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇതൊന്ന് വഴറ്റുമ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മളിത് സിമ്മിൽ തന്നെ വെക്കണം. അല്ലെങ്കിൽ പിന്നെ ഇത് കരിഞ്ഞു പോകും. കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ തന്നെയായിരിക്കും, നമുക്ക് കഴിക്കാൻ പറ്റില്ല. അത് എല്ലാവരും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചട്നിയാണിത്. നമുക്ക് ഇഡ്ഡലീൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തീൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.